സുഹൃത്തുക്കളെ, തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ അടുത്തൊരു വാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വീണ്ടും വരുന്നത്. രണ്ടാം വാർഡിൽ നിന്നും പിന്നെ അവിടെ ആമിയൂർ അങ്ങാടി നിൽക്കുന്ന വാർഡിൽ നിന്നും മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സൈജൽ ആമിയൂരിന് വോട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സൈജൽ ആമിയൂരിൻ്റെ പോസ്റ്റർ കാണിക്കാം. ഞാൻ നേരത്തെ ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പുളിങ്ങോട്ടോറം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ബാലൻകുട്ടിക്ക് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ആപ്ലിക്കബിളാണ്. ആ നാടുമായിട്ട് എനിക്കുള്ള ബന്ധം. ഇതിലേറ്റവും രസം ഞാൻ പറഞ്ഞത് അന്ന് പിന്നെ 2010 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2010 കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് 2010 അവിടെ നിന്ന് മത്സരിച്ച വിജയിച്ച കുട്ടിയാപ്പാക്കയോട് പരാജയപ്പെട്ട CPM മുൻ ലോക്കൽ സെക്രട്ടറിയും കൂടിയാണ് കുട്ടിയാപ്പാക്ക. മുഹമ്മദ് അലി എന്നുള്ളതാണ് ഒറിജിനൽ പേര്, ഞങ്ങൾ കുട്ടിയാപ്പാക്ക എന്ന് വിളിക്കുക. അദ്ദേഹത്തോട് പരാജയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സലാമുക്കയുടെ മകനാണ് ഈ സൈജൽ ആമിയൂര്. സൈജലിൻ്റെ അനിയനെ പോലെ തന്നെയാണ്, വളരെ അടുത്ത സൗഹൃദമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതുമല്ല, അവരുടെ നാട്ടിലേയും പോയിട്ട് താമസിക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഭീതിയായിരുന്നു. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ആശ്വാസമായത്. കാരണം ഞാൻ അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു, യുവതാര ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് മുൻകൈ എടുക്കുന്നു. ഇന്നും ആ ക്ലബ്ബ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ എന്നോട് പറയാറുണ്ട് എപ്പോഴും. പിന്നെ അവിടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്, സ്വന്തമായിട്ട് ഒരു ഹോം ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ അന്ന് സൈജലിൻ്റെ പാപ്പ കുട്ടിയാപ്പാക്കയോട് പരാജയപ്പെട്ടു. പക്ഷേ 2015 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതേ കുട്ടിയാപ്പാക്കയെ അന്ന് കുട്ടിയാപ്പാക്കയോട് പരാജയപ്പെട്ട സലാമുക്കയുടെ മകനായിട്ടുള്ള ഷൈജൽ ആമിയൂർ പരാജയപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു. 15 തൊട്ട് 20 വരെ അവൻ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു. പിന്നെ 20 തൊട്ട് 25 വരെ അസ്കർ ആമിയൂരായിരുന്നു അവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു. അവനും ഒരു അനിയനെ പോലെ തന്നെയാണ് അസ്കറിൻ്റെ കുടുംബമൊക്കെ അങ്ങനെ തന്നെയാണ്. സൈജലിൻ്റെ ഉപ്പയായിട്ടൊക്കെ ഞാനിപ്പോഴും നല്ല ബന്ധമാണ്. അപ്പം പാർട്ടി ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാറുണ്ട്, വേറെ കാര്യങ്ങൾ. ഇന്ന് വരെ സൈജലും അസ്കറും ഒക്കെ എന്നോട് ബഹുമാനത്തോടെയും സ്നേഹത്തോടും കൂടിയിട്ടല്ല ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതേപോലെ ഒരു മകനോടുന്ന രീതിയിൽ തന്നെയാണ് സൈജലിൻ്റെ ഉപ്പയും അസ്കറിൻ്റെ ഉപ്പയൊക്കെ ഉമ്മയും ഒക്കെ എന്നോട് പെരുമാറിയിട്ടില്ല. അസ്കറിൻ്റെ ഉമ്മാനെ ഉപ്പാനേക്കാൾ കൂടുതൽ ഉമ്മാനെ മറക്കാൻ പറ്റില്ല. എൻ്റെ മമ്മിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പം അസ്കറല്ല നമ്മുടെ വിഷയം. സൈജലിലേക്ക് വരികയാണ്. സൈജൽ പിന്നെ സ്ഥാനാർത്ഥിയാണ് എന്ന് അറിഞ്ഞത് ഞാൻ വളരെ അടുത്ത ബന്ധമാണ്. രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും വളരെ അടുത്ത സൗഹൃദമാണ്. ഇടയ്ക്കുന്ന രാജേട്ട എന്ന് വിളിക്കുകയും ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സൈജലിൻ്റെ ഉപ്പയാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, സൈജലും മത്സരിക്കുന്നുണ്ട് കേട്ടോ, ഈ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കേണ്ടെന്ന് പറയും, പഞ്ചായത്തേക്ക് നിങ്ങൾ മത്സരിക്കേണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ എന്താ കാട്ടുക, അടുത്ത നമ്പറുണ്ടല്ലോ, ഈ വിളിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു. സലാമക്ക നന്നായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും സാംസ്കാരിക ബോധമുള്ള ആളാണ് സലാമക്ക. അങ്ങനെ ഞാൻ പിന്നെ മൂപ്പരൊരു വട്ടം മത്സരിച്ച് പരാജയപ്പെട്ട വാർഡാണ് അത്. ഇപ്പം പണ്ട് ആമിയൂർ ഒറ്റ വാർഡായിരുന്നു, ഇപ്പം 2 വാർഡാണ്. അങ്ങനെ സൈജലിനെ വിളിച്ചു. സൈജലിനോട് പറഞ്ഞാൽ ഈ നിൽക്കല്ലേ സൈജലെ, പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ പട്ടിപ്പണിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. കാരണം 2 വീട് റിപ്പയറിന് അപേക്ഷ ഉണ്ടാവും, 10 വീട് റിപ്പയർ, 2 വീട് റിപ്പയറിനുള്ള ഫണ്ട് ഉണ്ടാവും, 10 വീട് റിപ്പയറിനുള്ള അപേക്ഷ കിട്ടും. കിട്ടാത്ത 8 പേരും എൻ്റെ ശത്രുക്കളായിട്ട് മാറും. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിനെ നടക്കും വേണം. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കൊന്നും വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ള വേതനം കൊടുക്കണില്ല. അവിടെ MLA-മാരെയും MP-മാരെയും ഫണ്ടും അലവൻസ് കൂട്ടിക്കൊണ്ട് വെക്കും. ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും അതേപോലെ തന്നെ അംഗനവാടി ടീച്ചർമാർക്കുമാണെന്നുള്ള അഭിപ്രായമാണ്. UGC സ്കെയിലിൽ പ്രൊഫസർമാർക്ക് പൈസ കൊടുക്കുന്നതാണ് ഒരു പണിയില്ല. പോയിട്ട് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോരും. സമരമാണെന്നുണ്ടെങ്കിൽ അന്ന് ക്ലാസ് കൊടുക്കണ്ട. അതേസമയം ഇത് കുട്ടികളുടെ അപ്പി വരെ കോരണം. ഈ 3, 4, 5 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിച്ച് അക്ഷരം പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല വേതനം നൽകേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പോട്ടെ, വേറൊരു വിഷയം. സൈജലിനെ വിളിച്ചു പറഞ്ഞു. സൈജൽ പറഞ്ഞു, രാജേട്ട പാർട്ടിയുടെ ഐക്യകണ്ഠേനായിട്ടുള്ള നിർദ്ദേശമാണ്, നേതാക്കന്മാരുടെയും നിർദ്ദേശമാണ്, അത് നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്, നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുത്തെ ബാക്കിയുള്ള പല ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പം ആ പഞ്ചായത്ത് ഇത്തവണ UDF-ന് കിട്ടുകയാണെങ്കിൽ അവിടെ പ്രസിഡന്റ് ആവാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് സൈജൽ. UDF-ന് കിട്ടുകയാണെങ്കിൽ. LDF-ന് കിട്ടുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിന് പ്രസിഡന്റ് ആവാൻ ഏറ്റവും നല്ലത് സിദ്ദിഖ് ചെറുവള്ളിയാണ്. LDF-ന് കിട്ടുകയാണെങ്കിൽ CPM-ൻ്റെ സഖാവാണ്. UDF-ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാരണം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ 5 വർഷം ഇരുന്ന പരിചയമുണ്ട്. അത് കഴിഞ്ഞ 5 വർഷം അത്തരം പാർലമെൻറ്റ് രംഗത്തൊന്നും നിൽക്കാതെ സംഘടനാ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. അതിലൊരു പരാതിയുമില്ലാതെ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടില്ല എവിടെയും, അങ്ങനെ നിന്നു. അപ്പോഴും പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം സാംസ്കാരിക ബോധവും കാര്യങ്ങളും അറിവും തിരിച്ചറിവും ഒക്കെയുള്ള തികഞ്ഞ മതേതരവാദിയാണ് സൈജൽ. അപ്പം സൈജൽ ആമിയൂരിനെ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ്, പ്രിയ സുഹൃത്താണ്, അനിയനാണ്, ഓരോ വാപ്പയും എനിക്ക് സുഹൃത്താണ്, ഓനും എനിക്ക് സുഹൃത്താണെന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാവരുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ബാലൻകുട്ടി CPM-ൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും
അപ്പം പിന്നെ സൈജലിൻ്റെ ഒപ്പം നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, നന്നായിട്ട് പ്രസംഗിക്കും. സൈജലിന് വാപ്പാൻ്റെ അത്രയും ഇതില്ലെങ്കിലും യാത്രകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. യാത്രകൾ കൽക്കട്ട യാത്രയൊക്കെ അവർ പോയതൊക്കെ എനിക്ക് അറിയാവുന്നവരൊരു ടീമായിട്ട് പോയിട്ടുള്ളതൊക്കെ. അപ്പം സൈജൽ ആമിയൂരിനെ പോലെ ഒരാൾ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ, UDF ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൃക്കളങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് 1-ാം വാർഡിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2-ാം വാർഡിൽ ആമിയൂർ ടൗൺ നിൽക്കുന്ന വാർഡിൽ സൈജൽ ആമിയൂരിനെ, പ്രിയപ്പെട്ട അനിയൻ സൈജൽ ആമിയൂരിനെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.